ഹലോ ഗേസ്, അപ്പൊ അഖിലിന്റെ കല്യാണമാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ സമയം 8:30, 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ കല്യാണ വീഡിയോസ് നമുക്ക് വരുന്ന വഴിയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പൊ ഞങ്ങളുടെ ഡ്രസ് കോഡാണിത്. എങ്ങനെയുണ്ട്? ഞങ്ങള് 10 പേരും ഈ ഡ്രസ്സാണ് ഇടുന്നത്, അഖിലൊഴികെ. ഇപ്പം എല്ലാവരും എന്താണ്ട് ഇവിടെ ഒരു ഫിഗ എന്ന് പറഞ്ഞ ഒരു സലൂണുണ്ട്, അവിടെ ഒരുങ്ങാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും സച്ചുവും അനിയും കുഞ്ഞും എല്ലാവരും അപ്പുറത്ത് നിന്ന് ഒരുങ്ങുന്നു. ഞങ്ങൾ ഒരുങ്ങാൻ പോകുന്നു. അങ്ങനെ ഈ ഡയലോഗൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ ശേഖരനും പിന്നെ രാഹുലും എല്ലാം കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരുങ്ങുകയാണ്. അവരുടെ ഒരുക്കം കണ്ടാൽ വിചാരിക്കും കല്യാണം അവരുടെയാണെന്ന്. ആ രീതിയിലാണ് അവർ ഒരുങ്ങുന്നത്. അതിനുശേഷം ചെറിയൊരു ഫോട്ടോഷോപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അഖിലിൻ്റെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ അഖിലിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ ചെറിയ രീതിയിൽ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അഖിലിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ പ്രത്യേകിച്ചൊന്നും ഒരുക്കിയിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ മേളിൽ എന്തോ പൂക്കളോ അങ്ങനെയൊക്കെ വെച്ചിട്ടേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാണാം നമ്മുടെ രാഹുലും വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് ക്ലാഷായി. ആങ്ങളെയും പെങ്ങളോടെ ഫോട്ടോ എടുക്കുന്ന നോക്കിയിരിക്കുന്ന അച്ഛനും അളിയനും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അഖില് നേരെ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അഖില് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് തന്നെ ഞങ്ങളും പുറയില് നമ്മുടെ ഷിയാസിന്റെ വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ നമ്മുടെ കറ്റാന കഴിഞ്ഞ് കായംകുളത്തോടടുപ്പിച്ചുള്ള നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള 3 മുഖങ്ങൾ ദാണ്ട് അവർ കയറി പോകുന്നു. നമ്മുടെ അമ്പാടിയും അമ്മയും പപ്പയും ആയിരുന്നു അത്. അങ്ങനെ സ്വീകരണത്തിനുള്ള സമയമൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വീകരണ സമയമായപ്പോൾ ഞങ്ങളെല്ലാം അവിടെ നിന്നപ്പോൾ കാണാം നമ്മുടെ അഖിലിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഗൾഫിൽ നിന്ന് നേരത്തെ എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് ഇരുന്നപ്പോൾ കാണാം നമ്മുടെ അഖിലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് സ്വീകരിച്ചത്. പക്ഷേ അഖിലിൻ്റെ മുഖം ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം അഖിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്ന് തോന്നുന്നു. നല്ലപോലെ പേടിച്ചാണ് അഖിലിരിക്കുന്നത്. ആ മുഖം കണ്ടാലറിയാം എന്നെ ഇവർ തല്ലുവോ എന്നുള്ളൊരു രീതിയിലാണ് ആ മുഖം ഇരിക്കുന്നത്. Start music. അങ്ങനെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് മണ്ഡപത്തിനകത്തേക്ക് നിന്നു. മണ്ഡപത്തിൽ നമ്മുടെ അഖിലിനെ കയറ്റിയിരുത്തി. ഇനി അടുത്തത് നമ്മുടെ വധുവിൻ്റെ എൻട്രിയാണ്. അപ്പോൾ വധുവിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ വധു എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മേഘ എത്തിയിരിക്കുകയാണ്. അങ്ങനെ മേഘ എത്തിയിരിക്കുന്നു. മേഘ നേരെ മണ്ഡപത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് നേരെ പിന്നെ മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചിട്ട് കാണാൻ നിന്നവരെയൊക്കെ ഒന്ന് തൊഴുത് നേരെ അഖിലിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് മേഘയും പോയിരുന്നു. ഇനി കല്യാണ ടൈമാണ്. അപ്പം നമുക്ക് കല്യാണം ശ്രദ്ധയോടുകൂടി കാണാം. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ഒരു തരത്തിലും എടുക്കാൻ പറ്റുന്നില്ല. കാര്യം അതേപോലെ ക്യാമറാമാന്മാർ മൊത്തം ഇങ്ങനെ വട്ടൻ കൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു ക്യാമറമാനാണെന്നുള്ള രീതിയിൽ നേരെ നമ്മുടെ മണ്ഡപത്തിനകത്ത് മേളിൽ കയറി എന്നിട്ടാണ് ഇത്രയെങ്കിലും ഒപ്പിച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ അഖിൽ മേഘയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ഗൈസ്. ഈ സംഗമം അങ്ങനെ അഖിലിന് മേഘ സ്വന്തമായി. അങ്ങനെ അഖിലും മേഘയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ചാർത്തി പിന്നെ എന്താ പറയുക മേഘ പുടവയൊക്കെ വാങ്ങി എന്നിട്ട് നേരെ അവർ മണ്ഡപത്തിന് വലം വെക്കുകയാണ് ഗൈസ്.
അങ്ങനെ ലഞ്ച് ടൈം ആയിരിക്കുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം 1 മണിയായി. നമ്മുടെ രാഹുലിൻ്റെ ചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എനിക്ക് മാത്രം ഒന്നും വിളമ്പിയിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ കാത്തിരുന്ന് ഭക്ഷണമൊക്കെ വന്നു, കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അഖിലിൻ്റെ അടുത്തേക്ക് പോയി. ഇതിനുശേഷം നേരെ അഖിലും മേഘയും കൂടി വീട്ടിൽ വന്നു. ഇനിയിപ്പം വീട്ടിലവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ അമ്മ വന്ന് ആരതി ഒഴിയുന്നുണ്ട്. ഈ വരവ് ഒരു മുൾമുനയിലുള്ള വരവായിരുന്നു. 3:25 അവർ പിന്നെ ഗൃഹപ്രവേശനം ചെയ്യണമെന്നായിരുന്നു. അത് കഷ്ടിച്ച് 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ വെച്ചിട്ട് നമ്മളത് ചെയ്തു തീർക്കുകയായിരുന്നു. കാര്യം അതേപോലെ അവിടെ ഫോട്ടോ എടുക്കാനും മാധ്യമങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തിരക്കായി പോയിരുന്നു. അതുകൊണ്ട് അനിതാമ്മ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരതി ഒഴിയാൻ പോവുകയാണ്. ആരതി ഒഴിഞ്ഞതിന് ശേഷം അവർക്ക് മേഘയുടെ കയ്യിൽ വിളക്ക് കൈമാറുകയാണ്. വിളക്ക് കൈമാറി വലതുകാല് വെച്ച് മേഘയെ വീട്ടിനകത്തേക്ക് കയറ്റുകയാണ്. ഇതിനു മുമ്പ് തന്നെ പെങ്ങള് പിന്നെ ആങ്ങളയുടെയും നാത്തൂൻ്റെയും കാല് കഴുകുന്ന ഒരു ചടങ്ങൂടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കുരവയിടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കുരവയിടാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പട്ടി ഓരിയിടുന്ന പോലെ ഓരിയിട്ടായിരുന്നു. അതിലെ ഇച്ചിരി മുമ്പോട്ട് വരാം. വലതുകാല് വെച്ച് കേറിട്ട് അവിടെ നിൽക്കണം. സാധനമുണ്ടെങ്കിലോ ഒരു പഴം കൊടു. അപ്പോൾ അവരുടെ ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ പോകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.